ഹലോ ഹലോ, ശങ്കുണ്ണി വൈദ്യരല്ലേ? അതെ, ശങ്കുണ്ണി വൈദ്യരാണ്. വൈദ്യരെ, അവിടെ ഈ ഓർമ്മശക്തിക്ക് വല്ല മരുന്നുണ്ടോ? ഓർമ്മശക്തിക്ക് ബ്രഹ്മി പൊടിച്ച് തേനിൽ ചേർത്ത് 3 നേരം അങ്ങോട്ട് സേവിച്ചാ മതി. എന്നാ അത് വൈദ്യരനായിട്ട് കഴിക്കുക. അതെന്താ? ഞാൻ അവിടെ കാലുവേദനക്ക് പറഞ്ഞു വന്നതല്ലേ, എന്നിട്ട് വൈദ്യരിക്ക് തന്ന മരുന്നേതാ? നടുവേദനയുടെ. എന്നിട്ട് നടുവേന മാറിയോ? ഇല്ല. അപ്പൊ കാലുവേനയോ? അതും മാറിയില്ല. നടുവേനയും കാലുവേനയും മാറിയില്ലെങ്കിൽ അത് തലവേനയ്ക്കുള്ള മരുന്നായിരിക്കും. എനിക്ക് തലവേദന ഇല്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞതാണോ? അതെ. അപ്പൊ ആവശ്യം വരും. വൈദ്യരെ, വൈദ്യരെ, നമസ്കാരം. അല്ല കാരണവരെ, വൈദ്യര് ഉണ്ടാകത്ത്. അപ്പൊ എന്നെ കണ്ടിട്ട് തനിക്കൊരു വൈദ്യരായിട്ട് തോന്നിയില്ലേ? വൈദ്യര നമസ്കാരമുണ്ട്. പക്ഷെ എന്റെ മനസ്സിലെ വൈദ്യര രൂപതല്ല. ഇടകലർന്ന തരച്ച താടി മുടിയുള്ള നെഞ്ഞത്താകെ രോമായി ആ തോളിലാ തോർത്തൊക്കെ ഇട്ട് ആ ചാരുകസലിൽ നിന്ന് ചിരിക്കണ രൂപ. അപ്പൊ തന്റെ മനസ്സിലേ ഒരു വൈദ്യരുടെ രൂപല്ല, ബ്രഹ്മയുഗത്തിലേ കൊടമൽ പോട്ടിയാ. അല്ല വൈദ്യരെ, ഇങ്ങോട്ട് വരണ സമയത്ത് ബോർഡ് കണ്ടു 8 കെട്ടിന്ന് 4 കെട്ടല്ലേ? മോഹം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ വേലി സമ്മതിക്കണ്ടേ? എന്തിന്? 4 കെട്ടാനേ. അത് ശരി, പെണ്ണ് കെട്ടുന്ന കാര്യല്ല. അഥവാ ഈ ഇല്ലത്തൊക്കെ 4 കെട്ടെന്നല്ലേ പറയാ, ഇതെന്താ 8 കെട്ടിന് കണക്ക്? അത് പിന്നെ 4 കെട്ടന്നെ ഉദ്ദേശിച്ചതേ. കെട്ടിക്കഴിഞ്ഞപ്പോ കുറച്ച് കട്ട ബാക്കി വന്നു, അതും കൂടി കെട്ടിയപ്പോ 4 കെട്ട് 8 കെട്ടായി. ശരി. പിന്നെ വൈദ്യരെ പറ്റി ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരണ സമയത്ത് ഇവിടെ വന്നപ്പോ അത് ബോധ്യമായി. ആ കാലിന് സുഖമില്ലാത്ത ആള് ഞൊണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നതേ. വൈദ്യര മരുന്നങ്ങോട്ട് കൊടുത്തോളൂ. ഉസൈൻ ബോൾട്ടിനൊക്കെ ആ സ്പീഡിലാ ആള് ഓടിപ്പോയതേ. ഉസൈൻ ബോൾട്ടൊക്കെ വിളക്കെണ്ണ കഴിച്ചിട്ടല്ലേ ഓടുന്നത്? വിളക്കെണ്ണേ? എടോ, ആ ഏബിനെ കഷായാന്ന് കരുതിട്ടേ കുപ്പിയിലിരുന്ന വിളക്കെണ്ണ എടുത്തിട്ട് കുടിച്ചു. കാര്യം സാധിക്കാൻ ഓടുന്നതാണോ താൻ കണ്ടത്? വെറുതെ സർന്നെ പോയതില്ലേ. അല്ല വൈദ്യരെ, ഇവിടെ കിടത്തി ചികിത്സ കണ്ടോ? കിടത്തി ചികിത്സ പതിവില്ല. പിന്നെ ഇവിടെ എന്നെ കാണാൻ വരുന്നവർക്ക് ഞാൻ ചില മരുന്ന് കൊടുക്കുമ്പോ അവര് കിടന്നു പോവാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങട് അവര് എണീക്കണ വരെ കിടത്തി അങ്ങട് ചികിത്സിക്കും. അതിന് ഈ നാട്ടുകാര് ഏബ്യന്മാര് പറഞ്ഞുണ്ടാക്കിയതാ കിടത്തി ചികിത്സാന്നേ. ശരി. അല്ല, താൻ എന്തിനാ വന്ന്? തലക്ക് തീരെ സുഖമില്ല. ഈ ഒരു തിരിച്ചറിവേ രോഗികൾക്ക് ഉണ്ടാവണത് എപ്പോഴും നല്ലതാ. ഇങ്ങോട്ട് വരിക, ഞാൻ നല്ല മരുന്ന് തരാലോ. ഈ അസുഖമുള്ളവര് ഇങ്ങനെ തന്നെ വരിക. അങ്ങോട്ട് വരിക. അങ്ങോട്ട് വിടുക. കൂട്ടുകാരുടെ അസുഖം, അവനെയും കൊണ്ട് വന്നല്ലേ ഞാൻ. കൂട്ടുകാരനാണോ അസുഖം? അല്ല, എങ്ങനാ വന്നത്? കാറിലാ വന്നത്. സൂക്കടൊക്കെ കാറ് പിടിച്ചു വരാൻ തുടങ്ങിയോ? അല്ല, അവനായിട്ട് ഞാൻ കാറിലാ വന്നതെന്ന്. നിങ്ങൾ വന്ന കാര്യല്ല പറഞ്ഞതേ. തന്റെ സുഹൃത്തിന് എങ്ങനെ ഈ അസുഖമൊക്കെ ഉണ്ടായി? വൈദ്യരെ, അവൻ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനാ. ഈ ആരാധന മൂത്ത് ഇപ്പൊ അവനെ തന്നെ സഞ്ജുന്നാ പറയണേ. അതിലിപ്പോ എന്താ കുഴപ്പം? തെറിയൊന്നും പറയണില്ലല്ലോ. അത് മാത്രമാണ് ഈ കുഴപ്പമുണ്ടായിരുന്നില്ല. സഞ്ജയ് ചെന്നൈ ടീമിന് വേണ്ടി 99 അടിച്ച് നിക്കണ സമയ അപ്പൊ അങ്ങോട്ട് കരണ്ടാ പോയി. അപ്പൊ പോയതാ, പിന്നെ വന്നിട്ടില്ല. അതിന് ഇവിടെ വന്നിട്ട് കാര്യണ്ടോ? KSEB പോയി പറയടോ. എന്ത് കറണ്ട് പോയ കാര്യം? കറണ്ട് പോയതല്ല, അവന്റെ കീഴിൽ അപ്പൊ പോയതാ. ഇതുവരെ വന്നിട്ടില്ല. ആ കേമനൊന്ന് കാണണല്ലോ, അങ്ങോട്ട് വിളിക്ക. അങ്ങനെ വിളിച്ചോളാം. അവൻ ഇല്ല. അതിന് ചില കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. സഞ്ജോ ചേട്ടാ, സംഭവം അടിപൊളി. നിങ്ങളെ പടമൊക്കെ കാണാണ്ട് അടിപൊളിയാ. നമ്മളെ കളി കാണാറുണ്ട്. പിന്നെ അടിപൊളിയാ. എന്നാ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി. ആഹാ, കോച്ചേ. രാവിലെ തന്നെ ഇയാള് സ്കോച്ചാണല്ലോ ചോദിക്കണേ. എനിക്കത് ശീലമില്ല കേട്ടോ. പിന്നെ കോച്ചെന്ന് വിളിച്ചപ്പോ സ്കോച്ച് കേട്ടിട്ട് പറയാ ശീലമില്ലെന്ന്. സത്യം പറയണേ, എനിക്ക് സ്കോച്ച് ശീലല്ലേ. എനിക്ക് റമ്മ ശീലേ. റെഗുലർ യൂസ് മെഡിസിൻ എന്നല്ലേ പറഞ്ഞേ. എന്നാ നമുക്കവിടെ തുടങ്ങിയാലോ? പിന്നെന്താ നാട്ടോ. എടാ ഏബ്യ, ചികിത്സ തുടങ്ങണ കാര്യ, അല്ലാതെ ഷെയർ അല്ല. എങ്ങടെ കൊണ്ടുകണ് നീട്ടിയതായിട്ട് കളയണ്ട. അല്ല, എന്താ ഈ വിദ്വാന്റെ പേര്? സതീശൻ. സതീശ, ഇരിക്കുക. അങ്ങനെ പറഞ്ഞാലെന്നാ വിരിക്കില്ല. സഞ്ജു, ഇതിലിരിക്കുക. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. താങ്ക് യു. സഞ്ജു അല്ലേ? അല്ല,
എന്താ സഞ്ജുവിന്റെ പ്രശ്നം? ഇല്ലേട്ടാ, പലരും കാണുമ്പോ പലരും ചോദിക്കുന്നു, നീ എന്തോ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോ എന്തോന്നാടാ സെഞ്ചുറി അടിക്കാത്തത്? അങ്ങനെയൊന്നും ഇല്ലേട്ടാ, നമ്മൾ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ സെഞ്ചുറി അല്ലല്ലോ പ്രധാനം. അത് തന്നെയാണ് ചാരുവും പറയുന്നത്, ഗൗതം ജിയും പറയുന്നത്. ഇപ്പത്തെ കുട്ടികളുടെ ഒരു കാര്യേ ആയിട്ടാ, കുട്ടികളോട് അത് തന്നെയാ പറയാനുള്ളത്. ഇങ്ങനെ നിൽക്കുക, ബോൾ വരുമ്പോ അടിച്ചങ്ങ് പിരുത്ത് കളിയാ, സിക്സ് അടിക്കുക. ഇന്ന് വൈകുന്നേരം സിക്സിന്റെ കാര്യം പറഞ്ഞപ്പോളാ, സിക്സിന് മരുന്നുണ്ടോ? ഇയാളുടെ തലയ്ക്കാ പ്രശ്നം. എന്താ ഏട്ടാ പറയുന്നത്? ധോണി ബായിക്ക് എന്ത് വിഷയാ? ഒരു വിഷയമില്ല. ധോണി ബായ് അടിപൊളിയല്ലേ, ഇന്ത്യക്ക് വേണ്ടി എത്ര കപ്പടിച്ച ആളാ. ഒരു വിഷയമില്ല, ധോണി ബോഡി സൂപ്പർ അല്ലേ ധോണി ബായ്. താനിങ്ങോട്ട് വരിക. എന്താ വൈദ്യുതി? ഇയാളുടെ തലയ്ക്കാ പ്രശ്നം എന്ന് താനൊന്ന് പറഞ്ഞു കൊടുക്കണോ? എന്താ ഏട്ടാ വിഷയം? എന്താ നിങ്ങൾ ഒരു ഓളത്തിന്റെ കാര്യം പറഞ്ഞതാ. ഓളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റേഡിയത്തിലോട്ട് ഇറങ്ങുമ്പോ ഗാലറിയിൽ നിന്ന് ഒരു ഓളം വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നിങ്ങനെ അടിച്ച് പൊട്ടിച്ചൊളിയും. ഭയങ്കര ഓളം ഏട്ടാ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമുക്കൊരു ടെസ്റ്റ് നടത്തിയാലോ? അല്ല ഏട്ടാ, ഒരു മിനിറ്റ്. ടെസ്റ്റിന്റെ കാര്യം പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനല്ലേ ചെയ്യേണ്ടത്. എനിക്ക് ടെസ്റ്റിനോട് ഇപ്പൊ വലിയ മൂഡില്ല. ഞാനിപ്പോ 2020 സ്പെഷ്യൽ ചെയ്തേക്കുന്നത്. ടെസ്റ്റോ 2020 എന്ത് വേണമെങ്കിലും കഴിക്കാം. സഞ്ജു ആദ്യം കുറച്ച് മരുന്ന് കുടിക്കേണ്ടി വരും. ഇല്ലേട്ടാ, മരുന്നൊന്നും കുടിച്ച് കളിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ കളിക്ക് മുമ്പ് യൂറിൻ ടെസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. പിന്നെ എന്റെ ഭാവി വെള്ളത്തിലാവും ഏട്ടാ, ഭയങ്കര വിഷയമാണ്. നല്ല ഭാവിയാണല്ലോ. താനേ ആദ്യം ഇതിലുള്ള സാധനങ്ങൾ വാങ്ങാം. ഈ ലിസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുക. അല്ലേട്ടാ, ടീം ലിസ്റ്റ് ആണെങ്കിൽ എന്റെ പേരുണ്ടോന്ന് നോക്കാം. എന്റെ ഫാൻസ് ആകെ ഇളകിയിരിക്കുകയാണ്. എന്റെ ഫാൻസ് എന്താ ഏട്ടാ, എന്റെ ഫാൻസ് പാന്റ് ഇളകിയിരിക്കാ പറഞ്ഞു. ഫാൻസ് അല്ല ഏട്ടാ, ഫാൻസ് എന്റെ ആരാധകരാകെ ഇളകിയിരിക്കുക. എനിക്ക് സെഞ്ചുറി അടിക്കണം. അല്ല വൈദ്യരെ, ഒരു ചാക്ക അരി, 5 കിലോ ശർക്കര, കടല, പഴം, പരിപ്പ്, ഇത് വൈദ്യുതി ഇല്ലത്തിക്കുള്ള വല്ല ലിസ്റ്റാണോ? എന്തായാലും നിങ്ങൾ രണ്ടാളും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലോ. നിങ്ങളുടെ ചെലവ് നിങ്ങൾ തന്നെ അങ്ങോട്ട് വഹിക്കണം. അല്ല വൈദ്യരെ, ഈ വിഷം തൊട്ടാൽ എന്താ ചെയ്യാ? വിഷം തൊട്ട എന്താ ചെയ്യണ്ട്? സോപ്പിട്ട് നന്നായി ഒരച്ചായിട്ട് കഴുകി കളയാ. അത് വയറ്റി പോയ ചത്തു കൂട്ടോ. സാധനം. അല്ല വൈദ്യരെ, എന്റെ ബാറ്റാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എനിക്ക് സിക്സ് അടിക്കാനുള്ള ബാറ്റല്ലേ ഇത്? ആഹാ. അല്ലേട്ടാ, ആ ബോളൊക്കെ എടുത്തു പോവാ. നമുക്ക് ആ നെറ്റ്സ് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ദൈവമേ, കഷായത്തിന് വെച്ച ഉണ്ട ശർക്കരയാണല്ലോ അത്. ഏകാണ്ട് ചികിത്സ തുടങ്ങുക വൈദ്യരെ. നമുക്കേ ഒരു സ്റ്റീൻ ബാത്ത് ആയാലോ? എന്ന് വെച്ചാ ആവിയിലെ പുഴുക. ഇവ വന്നപ്പോ മുതൽ സഞ്ജുവിനെ ചെയ്ത് നിന്ന് പുഴുകുക. ഇനി എങ്ങോട്ട് പുഴുകാനാ? അങ്ങനെയാണെങ്കിലേ ധാര ചെയ്യാ. അതാര് ചെയ്യും? അതെനിക്കും അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അല്ല, ആവി പിടിച്ചാലോ? അപ്പൊ ധാര്യം ചെയ്യണം, ആവിയും പിടിക്കണം. നമുക്ക് ധാരാവിക്കോട് പോകാം. ഏട്ടാ, ധാരാവി പോകുകയാണെങ്കിൽ നമുക്ക് വാങ്കട പോവാം. വാങ്കട പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം ഏട്ടാ. നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കളിച്ച് ഈ വയറൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് വരാം ഏട്ടാ. വാങ്കടാ വാങ്കടാ. എന്നാ ഏട്ടാ? പ്രശ്നാവോ വൈദ്യരെ? പ്രശ്നാവും. ഞാൻ ഇതുവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ പ്രശ്നമായിട്ടേ ഉള്ളൂ. இந்த காத்து இருக்குல்ல சார், நம்ம சந்தோஷம், துக்கம், வெற்றி, தோல்வி, காதல் படல் எல்லாம் இந்த காத்து மாதிரி சார். அதை வந்து மேலே படும், ஆசையை தொடும், அப்போ அனுபவிச்சுக்கணும். തെക്ക് വെച്ചിക്കണ് നനച്ചിക്കണ இந்த നിമിഷം നിന്ന് പോയിടും സാർ. എനിക്കിത് പോതും സാർ, എനിക്കിത് പോതും. തമിഴാണല്ലോ ഇത്. സഞ്ജു അല്ല, ഇത് മറ്റേ തമിഴ്നാട് വിജയ് സേതുപതി ഇപ്പൊ കളിച്ചോണ്ടിരിക്കണേ. இவங்க 2 பேரையும் இங்கே அடிச்சு கொள்றவங்களுக்கு பரிசு பணம் 25 லட்சம் ரூபாய், 30 லட்சம் ரூபாய், 40 லட்சம் ரூபாய், 50 ലക്ഷം രൂപ. ഇത് കൊല്ല കുഴപ്പമുണ്ടാക്കും. എന്ത് കുഴപ്പാടോ? നല്ലൊരു കാര്യമില്ല ഉണ്ടായി. തന്റെ കൂട്ടുകാരനെ വിജയ് സേതുപതി എന്താ കുഴപ്പം? എനിക്ക് മിമിക്രിക്കാർക്ക് കൊടുക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇയാള് ജീവിതകാലം മുഴുകെ വിജയ് സേതുപതിയുടെ റോൾ എടുത്തായിട്ട് ജീവിക്കട്ടോ. ആയോ